പാവം അല്ലേ? ഓ, ഒന്ന് കേട്ടു പഠിക്കട്ടെ കാര്യങ്ങൾ. ആരോടാ കുട്ടി ചൊറിയുന്നു? ആരോടാ? വില്ലഞ്ഞാണോടാ? താങ്ക്സ് ചേച്ചി. ബിജി ചേച്ചി ഊണ് കഴിച്ചോ? ഇല്ല. ആ കേക്ക് ചെവിയുടെ കാര്യം. അപ്പൊ ചേച്ചി എത്തിടാ ചേച്ചി. അച്ഛക്ക് ആ പാവത്തിന് വികാരം കൊള്ളിക്കാൻ വേണ്ടി. ശേ, ആ ഈ പറച്ചിൽ കേട്ടിരിക്കല് മാത്രമേ ഉള്ളൂ, ഒന്നും ഉണ്ടാവില്ല വേണ്ടേട്ടാ. ആണുങ്ങൾക്കൊക്കെ ഇതൊക്കെ കേട്ടിരിക്കും, ഇവന്മാർക്കല്ല അറിയാം, പക്ഷെ നമ്മളൊന്നും ഒന്നും ഉണ്ടാവില്ല. എന്നാ ഒക്കെ അതാണ് ആണുങ്ങൾ. പറയാൻ എല്ലാവർക്കും പറ്റും, പ്രവൃത്തിയിൽ ഒന്നും ഉണ്ടാവില്ല. ആ, നമ്മൾ പ്രവൃത്തിയിൽ ചെയ്താലല്ലേ ഒരു പെണ്ണിനെ അവന് ഇഷ്ടപ്പെടുള്ളൂ. അല്ലേ ശുഭ ചേച്ചി? അല്ലേ? അല്ലേ? അല്ലേ വലിയ കുട്ടി? ആണുങ്ങൾ കേട്ടിരിക്കും. ആണുങ്ങൾ നമ്മളോട് വീഡിയോ കോളിലും നന്മ ചെയ്തിട്ടില്ലേ ആൾക്കാരൊക്കെ പറയും. ഒക്കെ അതൊക്കെ പ്രവൃത്തിയിൽ പറച്ചിലേ ഉള്ളൂ. നേരിട്ട് വരുമ്പോൾ ആ പ്രവൃത്തി ഉണ്ടാവും. ഒരു മാങ്ങാത്തോലി ഉണ്ടാവില്ല, അവനെ കൊണ്ട് ഒന്നിനും. പക്ഷെ അങ്ങനെയുള്ളവർ വരുമ്പം പെണ്ണുക്ക് ഇഷ്ടപ്പെടില്ല അവന്മാരെ. ആ, ദേഷ്യം വരും. പിന്നെ അവന്മാരെ ബ്ലോക്കാക്കി. ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യില്ല, നമ്മൾ ബ്ലോക്ക് അടിച്ചത്. ആ, ഒക്കെ ആ ചെവിക്ക് പറയാൻ നടത്താവുള്ളൂ കേട്ടാ. ഹോളിലേട്ടാ ഇവിടെ എല്ലാവരും ഇരിക്കുക. ഹോളിലേട്ടാ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ചെവിയുടെ കാര്യം പറയാൻ നാണമുണ്ട്. ചെവിയല്ല ബുജി, കഴുത്താണ്. അല്ല, ചെവിയാ. അപ്പൊ മോളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. ചെവിയാണ് നല്ലത്. എനിക്ക് ചെവിയാണ് ഇൻട്രസ്റ്റ് കേട്ടോ. ചെവിട്ടിയിൽ നമ്മളുണ്ടല്ലോ, ആ കൊച്ചിന് ഉത്തരം കൊടുക്കട്ടെ. ഇടയിലും മെസ്സേജ് ശല്യം ചെയ്യില്ലേ? ചിജു മോളെ, ചെവിട്ടിയിൽ നമ്മളുണ്ടല്ലോ, പതുക്കെ പതുക്കെ ഇപ്പൊ ഞാനാണ് ഓക്കെ, ഒരു ഊത് കൊടുക്കുക ചെവിട്ടില്. ചെവിടിൻ്റെ ഉള്ളില് ചെറിയൊരു ഊത് കൊടുക്കുക. ഊത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഊതുക. ആ, ഊതുമ്പോൾ അവൾക്കൊരു കുളിരി കയറും. ആ, ഓക്കെ. അത് എവിടെയെങ്കിലും കട്ടിലേക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി നിർത്തിയിട്ടോ ചെയ്യണം. എന്നാലേ കഴുത്തിലായാലും കുഴപ്പമൊന്നുമില്ല. കഴുത്ത് ലാസ്റ്റ്, അപ്പോൾ ഒരു ഇക്കിളി ആകും. അതെ അതെ, ഇക്കിളി അല്ല, ഇക്കിളിയേക്കാളും കൂടുതലും കഴുത്ത് ലാസ്റ്റ്. ആദ്യം ചെവി എവിടെയെങ്കിലും ഒന്നെങ്കിൽ കിടത്തിയിട്ട് ചെയ്യാം. മരിയ ചേച്ചി ചിരിപ്പിക്കില്ലേ? മരിയ ഒന്നെങ്കിൽ കിടത്തിയിട്ട്, ഒന്നെങ്കിൽ അവിടെ ചാരി നിർത്തിയിട്ട്. ഓക്കെ. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മളിങ്ങനെ കാണിച്ചു തരും. എന്തായാലും ഇങ്ങനെ ഇരിക്കൂലല്ലോ, ഇല്ല, ഇങ്ങനെ കാണിച്ചു തരും. ആ, ചെവിയുമ്പോൾ വേണം ഫസ്റ്റ് ഇങ്ങനെ. അയ്യോ, മണക്കാനല്ലട പറഞ്ഞേ, ഞാൻ മൂക്ക് വലിച്ചതാണ്. എത്ര കാലമായി കഥ കേൾക്കുന്നു? കാൽ മുതൽ തല വരെ. അത് ലാസ്റ്റ് മൈനേ, അത് ലാസ്റ്റ്. ആ, നീ ഇതിനെ പെണ്ണുമ്പളെ കിടത്തിയിട്ട് കാലുമുട്ടേന്ന് കിടത്തിയ പാടെ തന്നെ നീ ജെട്ടി ഊരി പാൻറ് ഊരി പെണ്ണുമ്പളനെ കിടത്തിട്ട് കാലുമേന്ന തുടങ്ങുക. നന്നായി, അപ്പൊ നിനക്ക് സെക്സ് അറിയില്ല എന്നർത്ഥം. ഒരു വേട്ടവളയും പറയുന്നത് പെണ്ണുമ്പളെ കിടത്തിട്ട് കാലേന്ന വസ്തു തുടങ്ങുന്നതെന്ന്. എടാ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കാലേന്ന് തുടങ്ങുന്നത്. എടാ തുടങ്ങുമ്പോൾ കഴുത്തുമേന്ന് നെറ്റിന്ന് വേണം തുടങ്ങാൻ. ലാസ്റ്റാണ് ഇവിടുന്ന് തുടങ്ങിയോണ്ട് ലാസ്റ്റ് തന്തവറിൽ ചെന്ന് അവസാനിക്കണം. ആ, ഒരു പൊസിഷനൊക്കെ ഒന്ന് മാറ്റണം. പൊസിഷനൊക്കെ മാറ്റിവിടും. എല്ലാം കഴിഞ്ഞ് പാർട്ട്ണർ കയ്യിൽ തല വെച്ച് കിടക്കണം. പൊളി സുഖമാണ്. എന്ത് നമ്മൾ നിങ്ങൾക്കൊക്കെ ഓക്കെ. എല്ലാം കഴിഞ്ഞ് പാർട്ട്ണർ കയ്യിൽ തല വെച്ച് കിടക്കും. അങ്ങനെയല്ല, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നമുക്കൊരു കിതപ്പ് വരും. നമുക്ക് അത് മരുന്ന, നമുക്കൊരു കിതപ്പ് വരും. ആ കിതപ്പ് വരുമ്പോൾ നമ്മളെ കേരിക്കൊന്നും ഇവിടെ കെട്ടിപ്പിടിച്ച് നെഞ്ചി തല വെച്ചിട്ട് തലമുടിയൊക്കെ തൊഴുത് തലോടി തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തലോടി 2-3 വർത്താനം കുറിച്ച് നമ്മളിങ്ങനെ സെക്സിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചേട്ടൻ എത്ര നാളെ ശ്രമിച്ചില്ല, ആദ്യമായിട്ടാണ്, അയ്യോ എന്നൊക്കെ. അത് അവർക്ക് കേൾക്കാൻ നല്ല അവനൊരു ഐഡിയ തോന്നിയില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അവരോട് പറയണം, സെക്സിനെ കുറിച്ച് പറയണം. നമ്മൾ തൃപ്തിവതിയായിരുന്നോ? ഏത് മരുന്ന? ഹലോ, അതെ, ആ ഓക്കെ. എപ്പോൾ വരാനാ? അത് നിങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ വാട്സപ്പിലിട്ട് അതിൽ കോൺടാക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ബിസിയാണ്. ആ,
ലൈവ് കട്ടാക്കൂ. ലൈവ് മൂട്ടാക്കാനല്ലേ, മറന്നുപോയി. ഇനി മൂട്ടാക്കാം. ബാക്കിൽ കയറ്റുന്നത് സുഖമുണ്ടോ? അശ്ശി, അത് ഈ കാക്കാമാരെ ചെയ്യണം. എനിക്ക് ഇഷ്ടമല്ലാവുന്നു. ഇത് പോടോ, വൃത്തിയോട് വയ്ക്കുന്നോ? നിന്റെ തലയെ കുറിച്ച് നിർത്തി ബാക്കി കയറ്റ്. ബാൻഡാകും. ഇല്ല, അത് നോട്ടിഫിക്കേഷൻ ഐഡി എടുത്തിട്ട് വന്നേക്കുന്നതാന്ന്. ആ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചെവി കഴിഞ്ഞിട്ട് വേണം കേട്ടോ മുടി മാറ്റുക. മുടി മാറ്റി കുഞ്ചിക്കയത്താണ് ഏറ്റവും കൂടുതൽ സുഖം വരിക. മുടി ഇങ്ങനെ മാറ്റി ആ കുഞ്ചിക്കയത്തിൽ വേണം ഉമ്മ വെച്ച് മൂക്കുകൊണ്ട് ഇങ്ങനെ വരയ്ക്കണം. ഒരു ഫീലും. ചേച്ചി നമ്മൾ തുടങ്ങിയ ഇടത്ത് നിന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പറയിക്കല്ലേ, ശരിക്കും വയ്യ. ഞാൻ തന്നെ പറയണോ? ഓക്കെ. ലിപ്പ് കിസ് ചെവിയിലായതേ ഉള്ളൂ. ഓക്കെ. പ്ലേറ്റ്മാൻ എടുക്കാൻ പറയുന്നു. ലിപ്പ് കിസ് ചെറുതേ ആയിട്ടുള്ളൂ അല്ലേ? കൂറ് നക്കിയാലോ? അത് നിന്റെ അമ്മയോട് ചോദിക്കും. കൂറ് നക്കുന്ന എങ്ങനത്തെ സുഖം കിട്ടണേ നിന്റെ നല്ലയോട് ചോദിച്ചു നോക്കുക. ഓക്കെ, ഞാനിവിടെ നക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഓക്കെ, നീ ഇറങ്ങിപ്പോകും. ഓക്കെ, പെണ്ണുങ്ങളായ കൊണ്ടേ മൂഞ്ചും, ആണുങ്ങളായ കൂറ് നക്കും. ഓക്കെ, പറഞ്ഞിട്ടുള്ളതാണ്. ഇറങ്ങിപ്പോകും. ഇവനെടുത്ത് വെളിയിലിടും. അവനെ എടുത്ത് വെളിയിലിടൂ. അവനെ പറപ്പിക്കുക, മുകളിൽ നിന്നിലേക്ക് പറപ്പിക്കുക. പ്ലീസ് ക്വീസ് മുകളിലേക്ക് പറപ്പിക്കുക. ഇവിടെ ആരും ഇല്ലേ മോഡറേറ്റേഴ്സ്? എനിക്കില്ലടാ അവൻ കേട്ടോ. എനിക്ക് കഴുത്തിൽ ഇങ്ങനെ കടിച്ചിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് പതുക്കെ വീഴണം. നല്ല കൂടെ കളർ വരും. അശ്മിനിക്ക് വരാറുണ്ടോ? ചിഞ്ചുമോൾക്ക് ഇഷ്ടമാണോ? മരിയക്ക് ഇഷ്ടമാണോ? മരിയ കഴുത്തേല് പിന്നെ ആ ടോപ്പിക്ക് വേറെ പറയാൻ പറ്റൂല. കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. ഹോൾഡേഡിന് ഈ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ മൂടാവുന്നുണ്ടാവും. അന്ന് കേൾക്കണ്ട, പോ. ഇവിടെ കേൾക്കാൻ താല്പര്യമില്ല. ഞങ്ങളിപ്പോൾ കുറേ പെണ്ണുങ്ങളുണ്ട്. ഞങ്ങൾ കേട്ടിരുന്ന് സൂചിച്ചട്ടെ. പാട് വരുത്താൻ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടം. പക്ഷെ എനിക്ക് ഇതുണ്ട് പാട്, എനിക്ക് പേടിയെ പാട് വരുത്തിക്കും. ഞാൻ എവിടുന്നില്ലേ ആൾക്കാർ തെറ്റിദ്ധരിക്കും. എനിക്ക് പാട് വരുത്തിക്കുന്നത് ഇഷ്ടമല്ല. നമുക്ക് ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. നമ്മൾ പാട് വരുത്തിച്ചാണ്ടല്ലോ ബോയ് ഫ്രണ്ട് നമ്മൾ ആരെ കടിച്ചത് 100ഓളം ചോദ്യങ്ങൾ വരും. ഞങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? എനിക്ക് ഇഷ്ടമാണ് പാട് വരുത്തിക്കാൻ, കയ്യിൽ, തൊടയിൽ, കഴുത്തേലൊക്കെ. പക്ഷെ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും, ആരെ കടിച്ചത്. നമുക്ക് ഇനി അതിന് ഉത്തരം പറയണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പൊന്നായിട്ടാ വരുമ്പോൾ കടിച്ചേക്കല്ലേ ഞാൻ അപ്പോൾ തന്നെ കഴുകുന്നു പോകും. പേടിയാ. ഇൻ കേസ് ഇതിൽ പാട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകം ഉണ്ടാവും.